ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു മസാല കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ഒരു മസാല കടലക്കറിയാണ്. എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്നവർ മാത്രമേ അറിയുള്ളൂ ഇതിനകത്ത് എണ്ണ ചേർത്തിട്ടില്ല എന്ന്. എണ്ണ ചേർത്ത് വഴറ്റാതെ നമുക്ക് സൂപ്പറായിട്ട് എണ്ണ ചേർത്ത് ഉണ്ടാക്കുന്ന ഗ്രേവി പോലെ തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ട്, അപ്പം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കടലക്കറി ഉണ്ടാക്കാനുള്ള കടല ഞാനിവിടെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണിത്. വെള്ളക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് കടല വേണമെങ്കിലും ഈ കറി വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കറിലേക്കാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് പിളർന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം. ഒരു ചെറിയ കുക്കറിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കാം. എണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ മസാല ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. ഒരു നാടൻ രീതിയിലുള്ള കറിയാണ്. അപാര ടേസ്റ്റുമാണ് ഈ കറിക്ക്. ഇതിലേക്ക് നമ്മൾ താളിച്ച് പോലും ചേർക്കുന്നില്ല. അതുകൊണ്ട് അത്രയും പോലും എണ്ണ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കും ഈ കറി നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചേർത്താലും മതി. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. കുരുമുളക് പൊടിയാണ് നമ്മൾ എരിവിന് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളക് പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചാട്ട് മസാലപ്പൊടിയാണ്. ഇത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഈ കറിക്ക് ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചാട്ട് മസാലപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തേക്കുക. ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ മസാല എല്ലാം കൂടി നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റാകും. നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കയ്യിലെടുത്തിട്ട് തളിച്ച് ചേർക്കാം. ഇപ്പം ഞാൻ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് തളിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് സ്റ്റവിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിലെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ 1 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീമെല്ലാം പോയപ്പോഴാണ് ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ എണ്ണയിൽ വാട്ടുന്നത് പോലെയാണ് ഈ മസാല ഇരിക്കുന്നത്. നന്നായിട്ട് കട്ടിയായി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ മസാല വഴറ്റുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. വെള്ളത്തിൽ മസാലകളെല്ലാം കുതിർത്തി വെച്ച് നമ്മൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല മാത്രമായിട്ട് ആദ്യം ചേർക്കുക. അതിനുശേഷം കടലയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിക്കാം. ബാക്കിയുള്ള വെള്ളം നമുക്ക് മാറ്റാം. അവസാനം വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം. കൂടുതൽ ലൂസ് വേണ്ടവർക്ക് അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ കടലയുടെ ഒപ്പമാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. മസാലയ്ക്ക് വേണ്ട ഉപ്പ് നമ്മൾ ആദ്യമേ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം.
നിങ്ങളെങ്ങനെയാണോ കടല വേവിച്ചെടുക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കാം. കൂടുതൽ വെന്ത് പോകേണ്ടവർക്ക് അതനുസരിച്ച് വേവിക്കുക. ഞാനിതിപ്പോൾ ഒരു വിസിലിന് ശേഷം 3 മിനിറ്റ് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു വിസിലിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ സ്റ്റീമെല്ലാം കളഞ്ഞിട്ട് എടുക്കുകയാണ്. സ്റ്റീമെല്ലാം തനിയെ പോകുന്നത് വരെ വെച്ചാൽ ഈ കടല പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം സ്റ്റീമെല്ലാം കളഞ്ഞിട്ട് തുറന്നെടുത്തതാണ്. കണ്ടില്ലേ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കടല നല്ലതുപോലെ വെന്തുടയുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ടെടുത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി കുറച്ച് പച്ചക്കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മല്ലിച്ചീര ഒന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് താളിച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അത് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഗ്രേവിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് കുറുകിയ ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ഒരു നാടൻ സ്റ്റൈലിലുള്ള കടലക്കറിയാണിത്. ഒട്ടും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ എണ്ണയ്ക്കൊക്കെ വളരെ വില കൂടുതലായതുകൊണ്ടും കിട്ടുന്ന എണ്ണയൊക്കെ വ്യാജനായതുകൊണ്ടും നമ്മൾ കഴിയുന്നതും എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൽ ഞാൻ ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രമേ ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല എന്നുള്ളത് അറിയുള്ളൂ. അല്ലാത്തവർ കഴിക്കുമ്പോൾ ഇത് സാധാരണ ഉണ്ടാക്കുന്ന കടലക്കറി പോലെ തോന്നുള്ളൂ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കടലക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. ഇത്രയും കുറുകിയ ഒരു കടലക്കറി ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും കുറഞ്ഞത് വേണം. പിന്നെ നമ്മളത് വഴറ്റി ഒരുപാട് സമയമെടുക്കും. ഈ മസാലയൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാനായിട്ട് കുറേ സമയമെടുക്കും. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തിയുമാണ്. വ്യാജമായിട്ടുള്ള എണ്ണകളൊന്നും നമുക്ക് ഉപയോഗിക്കാതെ പറ്റും. അതുപോലെ എണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ചിലവും കുറഞ്ഞു കിട്ടും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട, പുട്ട് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ ചേർക്കാത്ത ഈ കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്